വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ എൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ നിന്നും ഒരു ബ്രേക്ക് ഇട്ട് ജോലിയൊക്കെ രാജിവെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുന്നതിന് മുന്നേ കറക്റ്റ് ഒരു മാസമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു മാസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് ഒരു 3 ഓർഡർ വന്നു. അപ്പോൾ എനിക്കിത് 3 പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു വൈ നോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന്. അതിൽ ഓരോന്നെങ്കിലും വീഡിയോ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് സ്പീഡിലാണല്ലേ ഞാൻ സംസാരിക്കണം. ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് സ്പീഡ് കുറയ്ക്കണം എന്ന്. ഞാൻ ശ്രമിക്കാം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വുഡൻ നെയിം ബോർഡാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഇതുപോലൊരു വുഡൻ നെയിം ബോർഡ് വാങ്ങിയിരുന്നു. അപ്പം 2 പേരുടെ ഒരു മാരേജ് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2 പേരുടെയും പേര് എഴുതി കൊടുത്തു. അപ്പോൾ ആ കുട്ടി, ആ ഗിഫ്റ്റ് ചെയ്ത ആളാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അത് കണ്ടിട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ വേറെ അത് ഗിഫ്റ്റ് കൊടുക്കണം, അതുപോലെ ഒരെണ്ണം ചെയ്തു തരുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കുന്നത്. സോ ഇത് ശരിക്കും ഞാനൊരു 2-3 വർഷം മുന്നേ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇതുപോലെ MDF വുഡൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേജിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്കിത് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അതുപോലെയുള്ള പേജസ് തന്നെ തപ്പിയെടുക്കേണ്ടി വരും. കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ആ പേജുകൾ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് തരാം. സോ ഇങ്ങനെ ഇത് നമുക്കിവിടെ തൂക്കിയിടാനുള്ള ഹോളൊക്കെ ഉണ്ട്, വളരെ ഈസിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴത്തേയും പോലെ തന്നെ ആദ്യം ഞാൻ ഒരു വൈറ്റ് ടെക്സ്ചർ പെയിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് അക്രിലിക് കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഈ ഒരു വുഡൻ ഫിനിഷ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്ചർ പെയിൻറ്റ്, ഇത് ക്യാമലിൻ്റെ ടെക്സ്ചർ പെയിൻറ്റ് ആണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഏത് പരുവത്തിലിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, കട്ട വെച്ചിട്ടില്ല. പിന്നെ ഇതാ ഒരു ഫ്ലാറ്റ് ബ്രഷിൻ്റെ സൈസ് 60. ഓക്കെ, ക്യാമലിൻ S67 ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എനിക്ക് മാറ്റാനൊന്നുള്ള ക്ഷമയില്ല. കുറേ നാളായി പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലെറ്റ്സ് പെയിൻറ്റ്. നമുക്ക് ബ്രഷ് വെച്ച് തന്നെ വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കോട്ട് സ്പഞ്ച് വെച്ച് കൊടുക്കാം. സ്പഞ്ച് വെച്ച് കൊടുക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ടെക്സ്ചർ കിട്ടും, ഒരു നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ കിട്ടും. എനിക്ക് ആ ടെക്സ്ചറാണ് ഈ പെയിൻറ്റ് ബ്രഷിൻ്റെ സ്ട്രോക്സിനേക്കാൾ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് കൊടുത്തിട്ട് പോയി അത് കൊടുക്കാം. സോ ഇതിൽ ഇനി നമ്മൾ കളർ ചെയ്യണം. അപ്പം ഞാൻ ഏത് കളർ എടുക്കണം എന്ന് ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല. ഒരു 2 കളറിൻ്റെ കോമ്പിനേഷൻ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ ബ്രഷിൻ്റെ സ്ട്രോക്സ് ഇങ്ങനെ വരവരായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമാണ്, ഒരു സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ ആ ഒരു ടെക്സ്ചർ കൂടെ കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ബേസൊക്കെ റെഡിയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാണ്. ഞാനിത് ഉപയോഗിച്ചത് ഗോൾഡൻ യെല്ലോ, പിന്നെ ഇവിടെ ഒരു പേൾ മെറ്റാലിക് കളർ ഷെയ്ഡ് കൊടുത്തു. ഇനി ഈ മുകളിൽ 2 വരയിൽ, അതായത് ഒരു വര വിട്ടിട്ടുള്ള 2 വരയിലും ഞാനൊരു ഡിസൈൻ വരയ്ക്കും. അത് എൻ്റെ കസ്റ്റമർ പറയുന്നത് പോലെ. ആൻഡ് ഇവിടെ അവരുടെ പേര്, കപ്പിലാണ്, അപ്പോൾ അവരുടെ ഒരു നെയിം ബോർഡായിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പേര് എഴുതും. ഓക്കെ, സോ പേര് എഴുതാൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി എഴുതാം, ഇല്ലെങ്കിൽ ട്രേസ് ചെയ്യാം. അപ്പോൾ നല്ല കാലിഗ്രഫി കിട്ടുന്ന ഒരുപാട് ആപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് പേരിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പല ഫോൺസിൽ സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നോക്കി എഴുതാം, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാം. സോ ഞാനും പോന്നു ഒരു കാലിഗ്രഫി നോക്കി ബാക്കാം.
സൈഡിലും ആനയെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് എന്നോട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഇനി ഇവിടെ പേര് എഴുതാനുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇത് നെയിം ബോർഡ് ആയതുകൊണ്ട് തന്നെ കപ്പിളിൻ്റെതായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ പേരുണ്ട്. ഹരി ഗ്രീഷ്മ എന്നാണ്. അപ്പോൾ ഞാനൊരു ആപ്പ് കാലിഗ്രഫി എന്ന് തന്നെയാണ് ആപ്പിൻ്റെ പേര്. അതിൽ നിന്ന് നല്ലൊരു ഫോണ്ട് നോക്കി സെലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർബണോ അല്ലെങ്കിൽ ട്രേസിംഗ് ഷീറ്റോ ഉപയോഗിച്ച് ഇതിൽ ട്രേസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കും. ഡയറക്റ്റായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡാർക്കായിട്ട് വരയ്ക്കരുത്, അത് പിന്നെ മായ്ക്കാൻ പറ്റില്ല. മായ്ക്കണം. മായ്ച്ചിട്ട് നമ്മുടെ ഈ കളർ മാത്രം വരുമ്പോഴാണ് ഭംഗി. ഇപ്പം ഞാൻ വരച്ച ഇതിലെ പെൻസിലിൻ്റെ വരകളൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ആനയുടെ ഭംഗി എന്നിട്ട് അറിയുന്നില്ലേ. അപ്പോൾ ആ പേര് കൂടെ എഴുതിയിട്ട് ഇതിന് കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക്സ് കൂടെ ചെയ്യാം. വേറെ കുറച്ച് കളറിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി കളർഫുൾ ആക്കാം. ഓക്കെ, ആദ്യം പേരിടാം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് അവരുടെ പേരിൽ കുറച്ചൊരു ഹൈലൈറ്റ് കൊടുത്ത് വൈറ്റ് വെച്ച്, പിന്നെ 2 റോ മൊത്തം നമ്മൾ ആനകളെ വരച്ചു. മറൂൺ, വൈറ്റ്, ബ്ലാക്ക് യൂസ് ചെയ്ത് മാത്രമാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടില്ല. ഇപ്പോൾ ഒരു മണ്ഡല എഫക്റ്റ് ഉണ്ടല്ലേ, കുറേ കുത്തും വരെയൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ കസ്റ്റമറിനും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് വാർണിഷ് ചെയ്യണം, അതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും, ലിറ്റിൽ ബേർഡിയുടെ മാറ്റും ഗ്ലോസും. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന വാർണിഷ്. ഇപ്പോൾ ഇതിന് ഞാൻ ഗ്ലോസ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷും കൂടെ എടുത്തിട്ട് വാർണിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ അക്രിലിക് കളേഴ്സും, എപ്പോഴത്തെ പോലെ തന്നെ അക്രിലിക് കളേഴ്സും, പിന്നെ ബ്രഷ് യൂസ് ചെയ്തത് ഒരു ഫ്ലാറ്റ് ബ്രഷ്, പിന്നെ ഒന്ന് 0 സൈസിൻ്റെ ബ്രഷ്. ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കിങ്ങനെ മുകളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. കുറച്ച് വെറൈറ്റി വീഡിയോസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ചാനലിൽ കാണണം, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.